അഹങ്കാരി രാജിയിലേക്കോ? തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുയരുന്ന കടുത്ത വിമർശനങ്ങളോടൊപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം കടക്കുന്ന സാഹചര്യത്തിൽ ആര്യയുടെ രാജി വാങ്ങി മുഖം രക്ഷിക്കുവാൻ ശ്രമമുണ്ടാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള മലയാളികളുടെ മനസ്സിൽ CPM-നെതിരെ വളരെയധികം വെറുപ്പും അവമതിപ്പും ഉണ്ടാക്കിയ വിഷയമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിനും ചേർന്ന് നടുറോഡിൽ യദു എന്ന KSRTC താൽക്കാലിക ജീവനക്കാരനെതിരെ നടത്തിയ തെമ്മാടിത്തരങ്ങൾ. നടുറോഡിലെ തെമ്മാടിത്തരത്തിന് ശേഷവും രണ്ടും പതിവ് പോലെ സർക്കാർ ചെലവിൽ മതിക്കുമ്പോഴും ആ ചെറുപ്പക്കാരന് ഒരു ജോലിക്ക് പോലും പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ്. തെമ്മാടിത്തരം കാണിച്ച മേയറെയും ഭർത്താവിനെയും ശാസിച്ച് നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഈ വിഷയം അവിടം കൊണ്ട് അവസാനിക്കുമായിരുന്നു. എന്നാൽ ഈ അഹങ്കാരികൾക്ക് വേണ്ടി സംസ്ഥാന നേതൃത്വമടക്കം സംരക്ഷണ കവചമൊരുക്കുകയും ന്യായീകരണവുമായി മുന്നോട്ട് വരികയും ചെയ്യുകയുണ്ടായി. പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് നടത്തിയ നാണംകെട്ട ചെയ്തികളും പൊതുജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് ചർച്ചാ വിഷയമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ നാണംകെട്ട തോൽവിയുടെ ഒരു സുപ്രധാന കാരണം കൂടിയാണ് തിരുവനന്തപുരം മേയറുടെ ഈ വിഷയം. ഈ ഡമ്മിയെ മുന്നിൽ നിർത്തി പെൻസിൽ ഡ്രൈവിംഗ് നടത്തുന്ന തലസ്ഥാനത്തെ മുതിർന്ന അണ്ണന്മാർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ തുടരുമ്പോഴും അഹങ്കാരി മേയറെ മാറ്റിയില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരൊറ്റ സീറ്റും പാർട്ടിക്ക് കിട്ടുകയില്ല എന്ന മുന്നറിയിപ്പുമായി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുവാൻ ചേർന്ന തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രന് എതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ മേയർ കാര്യങ്ങൾ എത്തിച്ചു. മേയറെ അടിയന്തരമായി മാറ്റണമെന്നും ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കണമെന്നും ആവശ്യമുയർന്നു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മേയർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. KSRTC ഡ്രൈവറുമായുള്ള തർക്കം പാർട്ടിക്ക് നാണക്കേടായി. അപക്വമായ ഇടപെടലാണ് മേയറുടെയും സച്ചിൻ ദേവ് MLAയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും വിമർശനം കമ്മിറ്റിയിൽ ഉയർന്നു. സംസ്ഥാന ഭരണത്തിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുന്നില്ല എന്നും വിമർശനം ഉയർന്നിരുന്നു. ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ വല്ലാതെ കുറച്ചുവെന്നും അത് BJPക്ക് ഗുണം ചെയ്തുവെന്നും യോഗം വിലയിരുത്തി. ഇങ്ങനെ പോയാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്നും നഗരസഭാ ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ച വളർച്ചയും CPM യോഗം പരിശോധിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത്. തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് BJP വളർച്ച കൃത്യമായി വിലയിരുത്തും. BJPയുടെ വളർച്ച തടയാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും BJPയിലേക്ക് വോട്ട് ചോർന്നതായും വിലയിരുത്തി. ചില മാധ്യമ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന അവാർഡുകൾ പർച്ചേസ് ചെയ്ത് അത് PR നൽകി അഹങ്കാരി മേയറുടെ ഇല്ലാത്ത പ്രതിച്ഛായ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളും പാളിപ്പോയി. മൊത്തത്തിൽ നാറി നിൽക്കുന്ന ഡമ്മി മേയറുമായി മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം നഗരസഭ വരുന്ന തവണ CPM മുക്ത നഗരസഭയാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ രാജി വാങ്ങുവാനുള്ള ആലോചനകൾ മുറുകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.